കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ജില്ലാതല സെൽ യോഗം ചേർന്നിട്ട് ഒരു വർഷത്തിലേറെയാകുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് സെൽ ചെയർമാനായ ശേഷം ഒരു തവണ മാത്രമാണ് യോഗം ചേർന്നത്. അവസാനമായി എൻഡോസൾഫാൻ സെൽ യോഗം വിളിച്ചു ചേർത്തത് കഴിഞ്ഞ വർഷം ജനുവരി 8-ന്. സൗജന്യ മരുന്ന് വിതരണം മുടങ്ങിയത് മുതൽ ആരോഗ്യവകുപ്പിന്റെ വിവാദ ഉത്തരവ് വരെ ചർച്ച ചെയ്യാൻ ഒട്ടനവധി പ്രശ്നങ്ങൾ. ജില്ലാ കളക്ടർ മുതൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ വരെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടു. യോഗം ചേരാത്തതിന്റെ കാരണം പോലും ആരും വ്യക്തമാക്കിയില്ല. പ്രശ്നങ്ങൾ പറയാനും പരിഹരിക്കാനുമുള്ള വേദി ഇല്ലാതായതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് ദുരിതബാധിതർ. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ കാരണമൊന്നുമില്ല. ചേരാൻ താല്പര്യമില്ല എന്നേ ഉള്ളൂ. എൻഡോസൾഫാൻ സെല്ല് യോഗം ചേരാതെ എൻഡോസൾഫാൻ വിക്ടിംസിന് ഉള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അവിടെ ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അവർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ, അവരുടെ പാലിയേറ്റീവ് സംവിധാനങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇപ്പം അതെല്ലാം നിലച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സൗജന്യമായ മരുന്ന് കൊടുത്തുകൊണ്ടായിരുന്നു. അവരെ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അതിൻ്റെ സാമ്പത്തികം എത്തിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് ഇപ്പം അതും ഇല്ലാതെയായി. ദുരിതം ഇരട്ടിയാക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ അവഗണന തുടരുന്നതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ മാസം 30 മുതൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് എൻഡോസൾഫാൻ സമരസമിതി. 24 കാസർഗോഡ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.